ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു എക്സ്പെർട്ടി ലേണിംഗ്. നമ്മൾ ഇന്ന് ആൽക്കഹോൾ ഫീനോൾസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നലെ വളരെ കുറച്ച് ടോപ്പിക്ക് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഗ്രിഗ്നാർഡ് റീഏജൻറ്റ് വെച്ചിട്ടുള്ളതും പിന്നെ വേറെ എന്തായിരുന്നു ഇങ്ങനത്തെ എന്തോ കുറച്ച് ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ആ ഒരു ടോപ്പിക്കും ഇന്നലെ എടുത്തതും കൊണ്ടൊന്ന് റിവൈസും ചെയ്യണം. അതോടൊപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും വേണം. വളരെ കുറഞ്ഞ സമയത്തിനുണ്ട്. ഇന്നലെ നമ്മൾ സ്ലൈഡ്സ് ഒന്നും അധികം പ്രിപ്പയർ ചെയ്യാഞ്ഞുകൊണ്ട് ടൈം ഒത്തിരി പോയത് നമ്മൾ അറിഞ്ഞില്ല. പക്ഷേ നമുക്ക് ഇന്നങ്ങനെ പറ്റത്തില്ല. നമുക്ക് ഇന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ചേറെ ടോപ്പിക്സ് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, തുടങ്ങാമേ. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, ഒരു മിനിറ്റ്. നമ്മുടെ നോട്ട്സൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു അറേഞ്ച്മെൻ്റ് ഒന്ന് ചെയ്തോട്ടെ. ഡാർക്ക് തീം ഓക്കെ, നമ്മുടെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് നല്ല കുറേ നോട്ട്സ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ബാക്കി കുറച്ചും കൂടി എഴുതാനുള്ളതൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിനകത്ത് അത്യാവശ്യം കണ്ടൻസൊക്കെ നമുക്കുണ്ട്. നമുക്ക് നോക്കാം, തുടങ്ങാം. ഇന്നലെ നമ്മൾ പഠിച്ചതായിരുന്നു. പാർട്ട് 1 ഡിസ്കസ് ചെയ്തത് നോക്കട്ടെ, ഒരു മിനിറ്റ്. മൈക്കൊക്കെ ശരി. നമ്മൾ നോക്കിയാലോ. നമ്മൾ ഇന്നലെ കണ്ടത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ് ആയിരുന്നു. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസിൽ ഫ്രം ആൽക്കീനിന് കണ്ടു. ആൽക്കീനിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഓക്കെ ലൈവ് ചാറ്റിൽ ഓക്കെ കുറേ കുട്ടികൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനിപ്പോൾ നോക്കുന്നില്ല, നമുക്ക് ടൈം വളരെ കുറവാണ്. ഓക്കെ, ബൈ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ വഴി നമ്മൾ മാർക്കോണിഗോസ് റൂൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ? മാർക്കോണിഗോസ് റൂളൊക്കെ വെച്ചിട്ടാണ്, ഇങ്ങനെയല്ലേ സ്പെല്ലിങ്, ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, മാർക്കോണിഗോസ് റൂളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പം ലെസ് ഹൈഡ്രജൻ ഉള്ള അടുത്തേക്ക് OH+ഉം OH- നെഗറ്റീവ് പാർട്ട് കയറുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണല്ലോ CHൻ്റെ അടുത്തേക്ക് OH കയറിയത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷനിലും B2H6 THF ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്. ഇതൊക്കെ ഡൗട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. പലർക്കും മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ. പിന്നെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് യൂസ് ചെയ്തപ്പോൾ ഇവിടെ 6 R+ഉം R-MgX+ഉം ആണ് അല്ലേ? അപ്പം നമ്മുടെ കാർബോ കാറ്റയോണിൻ്റെ അടുത്തേക്ക് നെഗറ്റീവ് R ഇങ്ങോട്ടേക്ക് കയറുന്നു. അതുപോലെ Mg+ ഈ O- ആണ്. ഓയുടെ മണ്ടയ്ക്ക് മൈനസ് ചാർജ് ആണല്ലോ. അപ്പം മൈനസ് ഉള്ളിടത്തേക്ക് Mg കയറുന്നു. അപ്പം OMgX എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഈ നെഗറ്റീവ് പാർട്ടുള്ള ഞാൻ ഇന്നലെ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. ഒന്നുകൂടെ വേണേൽ പറയണോ? അതായത് മക്കളെ ഇവിടെ കണ്ടോ? ഓക്കെ, കാണാം. C+H ഇങ്ങനെയല്ലേ? ഇവിടത്തേക്ക് ഈ കാർബണിൻ്റെ മണ്ടയിലുള്ള ബോണ്ട് പൊട്ടിയിട്ട് ഓക്സിജൻ്റെ അകത്തേക്ക് കയറും. ഓക്സിജൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ? അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പം നമ്മുടെ കാർബണിന് പോസിറ്റീവ് ചാർജ് കിട്ടും. അങ്ങനെ കാർബോ കാറ്റയോണായിട്ട് മാറും. അപ്പോൾ ഈ R-MgX അല്ലേ? R-MgXൽ MgX+ഉം R- ആണ്. അങ്ങനെയാണ് ഇത് ബ്രേക്ക് ആകുന്നത്, ഈ ബോണ്ട് ബ്രേക്ക് ആകുന്നത് അങ്ങനെയാണ്. അപ്പോൾ പോസിറ്റീവ് പാർട്ട് എങ്ങോട്ടേക്ക് പോകും? നെഗറ്റീവ് ഉള്ളിടത്തേക്ക് കയറും. നെഗറ്റീവ് ആരുടെ അടുത്തേക്ക് പോകും? പോസിറ്റീവ് ഉള്ള സ്ഥലത്തേക്ക് പോകും. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അങ്ങനെ തന്നെയല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഓക്കെ, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പം ഇതുപോലത്തെ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഇനി വാട്ടർ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? H3O+ അവിടെ ആഡ് ചെയ്യാം. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചുമ്മാ എന്ന് വെച്ച് കണ്ണി കണ്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഫോമാൽഡിഹൈഡ് നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ പ്രൈമറി കിട്ടുമെന്ന് പറഞ്ഞു. അതർ ആൽഡിഹൈഡ് എന്തെടുത്താലും സെക്കൻഡറി കിട്ടുമെന്ന് പറഞ്ഞു. ടെർഷറി അങ്ങനെ വേറെ പോലെ കിട്ടുമെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ഇന്നലെ അവിടെ പറഞ്ഞ കാര്യം. പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടി, ഒരു മിനിറ്റ്.
സാറിൻ്റെ നോട്ട്ബുക്ക് ഒന്ന് എടുത്ത് നോക്കട്ടെ, എന്തൊക്കെയായിരുന്നു ഇന്നലെ ഡിസ്കസ് ചെയ്തതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി പെട്ടെന്ന് നോക്കാൻ വേണ്ടിയാണ്. ഫ്രം ഗിഗ്നാർഡ് റിയേജൻ്റ് ഇവിടം വരെ എഴുതിയേക്കുന്നത്. ടെർഷറി. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരട്ടെ. ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, പക്ഷേ അത് നമുക്ക് എഴുതാനൊന്നും പറ്റിയില്ല. ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ എഴുതിക്കണം. ഒരു ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു പ്രിപ്പയർ how will you prepare following compounds using Grignard reagent യൂസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ഫോളോവിങ് കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം പ്രൈമറി ആൽക്കഹോൾ, രണ്ടാമത്തായിട്ട് നിങ്ങൾക്ക് തരുന്നത് സെക്കൻഡറി ആൽക്കഹോളിനെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് യൂസ് ചെയ്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. എങ്ങനെയാടാ പറഞ്ഞേ? പ്രൈമറി ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെ, പ്രൈമറി ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഫോമാൽഡിഹൈഡ് എടുക്കുക. ഫോമാൽഡിഹൈഡിൽ CH3 MgBr, CH3 തന്നെ വേണമെന്നില്ല, RMgX, CH3 CH2 ഒക്കെ വേണമെങ്കിലും ആകാം അല്ലേ. അവിടെ അത് എടുക്കുക. പിന്നെ H2O ബാർ H+, അത് വേണമെന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ഇതില്ലാതെ H3O+ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതിയാലും കറക്റ്റാണ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുക. സെക്കൻഡറി കിട്ടണമെങ്കിൽ അതർ ആൽഡിഹൈഡ് ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ടെർഷറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂസ് കീറ്റോൺസ്. ഓക്കെ, യൂസ് കീറ്റോൺസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് ഇങ്ങനെയാണെങ്കിൽ ഐഡൻറ്റിഫൈ A and B എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ഇവിടെ ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ A and B. എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രീവിയസ് ഇയർ PYQയിലൊക്കെ ഇഷ്ടംപോലെ ടൈംസ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. PYQ HCHO plus CH3 MgBr gives, നിങ്ങൾക്ക് എന്ത് കിട്ടും? A കിട്ടും പ്ലസ് MgOHBr. രണ്ടാമത്തെ ഈ ബി എന്ന് പറയുന്നത് CH3 MgBr എൻ്റെ കൂടെ ഡ്രൈ ഈതർ, രണ്ടാമത്തത് H2O. ഇത് ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? CH3 CHOH CH3, ഇതാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആൻസർ ഞാൻ എഴുതുന്നില്ല, നിങ്ങളിത് അല്ലാതെ എഴുതിയെടുത്താൽ മതി കേട്ടോ. കുറച്ച് സ്ലൈഡ്സ് വെറുതെ കുഴപ്പമില്ല, കുറച്ചവിടെ വെറുതെ പൊക്കോട്ടെ. അപ്പം എ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ ഫോമാൽഡിഹൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രൈമറി ആയിട്ടുള്ളൊരു എന്താ കിട്ടേണ്ടത്? ആൽക്കഹോളിനെയാണ് കിട്ടേണ്ടത്. അപ്പോൾ നോക്കി, ഞാൻ പറഞ്ഞു എച്ചും ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യമാണ്. HCHO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ പ്രൈമറി ആൽക്കഹോളിനെ കിട്ടണം. അപ്പോൾ ഇവിടെ ഈ എച്ചും കൂടിയിട്ട് CH2 ആകും. ഇവിടുത്തെ ഓക്സിജനും ഉണ്ട്, സോ OH, ഒരു എച്ചും കൂടെ അഡീഷണലി കയറി വരുമെന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. ഓക്കെ, ബാക്കി ഇവിടെ MgXൻ്റെ കൂടെയുള്ള ആറും ഇവിടെ അറ്റാച്ച് ആകും, അങ്ങനെ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ MgXൻ്റെ കൂടെയുള്ള ആരാ? ഈ CH3. അപ്പോൾ ഇവിടെ എയുടെ അവിടെ വരേണ്ടത് ആരാണ്? CH3 CH2OH അല്ലേ. CH3 CH2OH അല്ലേ മക്കളെ വരണ്ടേ? പറഞ്ഞേ. CH3 CH2OH.
അതാണ് എയുടെ ആൻസർ. ബിയുടെ ആൻസറോ? ബിയുടെ ആൻസർ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ബി ഉപയോഗിക്കുന്നത് എന്തോ ഒരു സംഭവമാണ്, അതിൻ്റെ കൂടെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ ആഡ് ചെയ്തപ്പോൾ നമുക്കിവിടെ കിട്ടിയ പ്രോഡക്റ്റ് എന്താണ്? ആക്ച്വലി ദിസ് ഇസ് എ സെക്കൻഡറി അല്ലേ? സെക്കൻഡറി കിട്ടണമെങ്കിൽ നമുക്ക് ഫോമാൽഡിഹൈഡ് അല്ല വേണ്ടത് അല്ലേ? സെക്കൻഡറിക്ക് ഫോമാൽഡിഹൈഡ് അല്ല, നമുക്ക് അതർ ആൽഡിഹൈഡാണ്. അപ്പം അതായത് CH3 നമുക്കെന്താ ഫോമാൽഡിഹൈഡ് അല്ലാത്ത CH3CHO നമുക്ക് യൂസ് ചെയ്യത്തില്ലേ? ഒരു മിനിറ്റ്, CH3CHO നമ്മൾ യൂസ് ചെയ്താൽ ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. CH3CHO നമുക്ക് യൂസ് ചെയ്താൽ മതി. ഓക്കെ, CH3CHO തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. CH3CHO GBr യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് CH3CHOH കിട്ടും. ഇതാണിത്. ഓക്കെ, അത് നിങ്ങൾ എഴുതിക്കോളൂ. അടുത്തത് റിഡക്ഷൻ. അടുത്ത നമ്മൾ ഇന്നലെ ലാസ്റ്റ് അടുത്ത നമ്മൾ പറഞ്ഞത് നമ്മൾ പ്രിപ്പറേഷൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഡയഗ്രാം പോലെ വരച്ച് തന്നായിരുന്നു. എന്തെല്ലാം നമ്മൾ പറഞ്ഞെന്നുള്ളൊരു ഉള്ളടക്കം പറഞ്ഞായിരുന്നു. അത് നമ്മളിനിയും പറയുന്നില്ല കേട്ടോ. ഇതിനി എല്ലാം കൂടെ പറയാൻ നിന്നാൽ സമയം പോയി. ഇപ്പോൾ തന്നെ 11 മിനിറ്റായി. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്കിപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബോയിലിംഗ് പോയിൻ്റ് അല്ലല്ലോ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആൽക്കഹോൾസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീനെ പറ്റിയാണ് പറയുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടിന്ന് ഏത് ഓർഗാനിക്കിൻ്റെ ചാപ്റ്റർ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 2 ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് ഉള്ളത്. ഏതൊക്കെയാണ് പറഞ്ഞേ? ആരെങ്കിലും പറയുന്നുണ്ടോ നോക്കട്ടെ, അല്ല ഞാൻ തന്നെ പറഞ്ഞേക്കാം. അപ്പം നമുക്കിവിടെ 2 ഫിസിക്കൽ പ്രോപ്പർട്ടീസാണുള്ളത്. ഒന്ന് ബോയിലിംഗ് പോയിൻറ്റും പിന്നെ സോലിബിലിറ്റിയും. ഓക്കെ, ബോയിലിംഗ് പോയിൻറ്റും സോലിബിലിറ്റിയും. ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അലിയുന്ന ഒരു ക്യാരക്ടറിനെയാണ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിളന്നില്ല. എന്തോ ആടെ പറയുന്നത്? അല്ല, ബോയിലിംഗ് പോയിൻ്റ് എന്തുവാ? തിരിഞ്ഞുപോയി. ബോയിലിംഗ് പോയിൻ്റ് തിളയ്ക്കുന്നതും സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടറിൽ അലിയുന്നതും. ഓക്കെ, ഇപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോളിക്കുലർ വെയ്റ്റിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, അതുപോലെ ബ്രാഞ്ചിങ്ങിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതെന്താണെന്നൊക്കെ പറഞ്ഞുതരാം. അതായത് മോളിക്കുലർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്യും. എപ്പോൾ? നമ്പർ ഓഫ് കാർബൺസിൻ്റെ എണ്ണം കൂടും. ഇപ്പോൾ CH3CH2 ഇങ്ങനെ പോകല്ലേ? അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കൂടും? ബോയിലിംഗ് പോയിൻ്റ് കൂടും. പക്ഷേ അവിടെ ബോയിലിംഗ് പോയിൻ്റ് ഡിക്രീസസ് വിത്ത് ബ്രാഞ്ചിങ് കൂടുമ്പോൾ, ബ്രാഞ്ചിങ് കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് ഡിക്രീസ്. അപ്പം ഒരു ചോദ്യം വരാം, അതെന്തുകൊണ്ടാണ് ബ്രാഞ്ചിങ് കൂടുന്നെന്ന് പറയുമ്പോഴും CH3 അല്ലെങ്കിൽ കാർബണിൻ്റെ സംഭവം തന്നെയല്ലേ അറ്റാച്ച് ചെയ്യുന്നത്? പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രാഞ്ചിങ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. കാരണം ഇത്രയും നിങ്ങൾ ഹൈലി അങ്ങോട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. അത് നോക്കി, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടും. CH3 CH2 OH ഇങ്ങനെ. ഇതിനകത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ളത്? ഇവരാണ് അല്ലേ? CH3. സോ ദിസ് വിൽ ഹാവ് ഗ്രേറ്റർ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഓർഡറിൽ ഇനി അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ അങ്ങനെ ചോദ്യമായിട്ട് എഴുതിയിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അടുത്തത് CH3 CH 3 കാർബൺ വരുമ്പോൾ അതിനാണ് കൂടുതൽ. ഒരു കാർബൺ വന്നപ്പം ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിൻ്റ് ഉള്ളത് 2 കാർബൺ വന്നതിനാണ്. രണ്ടാമത്തെ ചോദ്യം, ഇതിനകത്ത് ഏതിലാണ് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചിങ് ഉള്ളതിന് ഏറ്റവും കുറവായിട്ടുള്ള ലീസ്റ്റ് ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ബ്രാഞ്ചിങ് ഇപ്പോൾ കൂടുമ്പോൾ ഏറ്റവും ബ്രാഞ്ചിങ് ഇല്ലാത്തതിന് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിൻറ്റും, ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിൻ്റ് കുറയും. ബ്രാഞ്ചിങ് കൂടിക്കഴിഞ്ഞാൽ ലീസ്റ്റ് ആയിരിക്കും കേട്ടോ. അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. അറേഞ്ച് ദ ഫോളോവിങ് എന്ന ചോദ്യം. അപ്പോൾ എഥനോൾ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഇതിൽ അറേഞ്ച് ചെയ്യണം. അപ്പം ഏറ്റവും കൂടുതൽ ഇതുള്ളത് ആരാണെന്ന് നോക്കുക. ബ്യൂട്ടൻ 2 ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പൊസിഷനിൽ
ഓക്സിജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നാണ്. അതിപ്പം ശരിയാണോ? അല്ല ശരിയല്ല, തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ബ്രാഞ്ചിങ് വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പം ബ്രാഞ്ചിങ് ഇവിടെ നോക്കിയേ, ബ്രാഞ്ചിങ് ഉള്ളത് ബ്യൂട്ടൻ 2 ഓളിനുണ്ട്, ബ്യൂട്ടൻ 1 ഓളിന് ബ്രാഞ്ചിങ് ഇല്ല, ഇതിനൊന്നും ബ്രാഞ്ചിങ് ഇല്ല. അപ്പം ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആൾ 4ആണ്, 4ന് ഏറ്റവും കുറവ് 3ന്. ബ്യൂട്ടൻ എന്ന് പറയുമ്പോൾ എത്ത പ്രൊപ്പ ബ്യൂട്ട് 4 കാർബൺ വന്നതിനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് വരുന്നത്. 3നെക്കാട്ടി വലുത് അതങ്ങനെയല്ല. നമുക്ക് അതിൻ്റെ ഓർഡർ ഒന്ന് അറേഞ്ച് ചെയ്യാവേ. 3ആണ് ഏറ്റവും കൂടുതൽ വലുത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 4ആണ് അല്ലേ. കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രൊപ്പ് 2, ഏറ്റവും ചെറുത് എത്തനോൾ. ഓക്കെ, ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണ്. അതെ, കറക്റ്റാണ്. അടുത്തത് സോലിബിലിറ്റീനെ പറ്റി ചർച്ച ചെയ്യുകയാണ്. സോലിബിലിറ്റീനെ പറ്റി എവിടെ ഓർഗാനിക് ചർച്ച ചെയ്താലും ഏത് ചാപ്റ്ററിൽ, ഇപ്പം ഇനിയിപ്പം നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് വരുമ്പോൾ അവിടെ സോലിബിലിറ്റി കുറവാണെന്ന് പറയും. അപ്പം നിങ്ങൾ പറയേണ്ടത് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ ആബ്സെൻസ് ആണ്. പക്ഷേ നമ്മുടെ ഈ കേസിൽ സോലിബിലിറ്റി നന്നായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, ഡ്യൂ ടു ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുക. സോലിബിലിറ്റി ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യും. അതായത് അതെന്തുകൊണ്ടാണെന്ന് പറയണോ? അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലേ. ഉണ്ടല്ലോ. അല്ലേ, പറയാം. അതായത് നോക്കൂ, ശ്രദ്ധിക്കൂ. ഓക്കെ, ഈ പറയുന്ന ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ടാണ് സോലിബിലിറ്റി കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആർ ഗ്രൂപ്പിനെയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്തുമാത്രം കൂടുന്നോ അതിനനുസരിച്ച് സോലിബിലിറ്റി കുറയും. അപ്പം സോലിബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് പ്രൈമറിക്ക്, ഏറ്റവും കുറച്ച് കുറവുള്ളത് സെക്കൻഡറിക്ക്, ഏറ്റവും കുറവുള്ളത് ടെർഷറിക്ക്. ഇങ്ങനെയാണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പം ഇങ്ങനത്തെ നിങ്ങൾക്ക് ആൽക്കഹോളോ ഒക്കെ തന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോലിബിലിറ്റി ഉള്ളത് പ്രൈമറിക്കാണ്, രണ്ടാമത് സെക്കൻഡറിക്ക്, ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ലീസ്റ്റ് സോലിബിലിറ്റി ഉള്ളത് ടെർഷറിക്കാണെന്നും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ ഇതാണ്ട് ഈ മേളിൽ പറഞ്ഞ സംഭവങ്ങളാണ്. അത് എഴുതി കൊടുത്താൽ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീനെ പറ്റി പറയുമ്പോൾ അസിഡിറ്റി ഓഫ് ആൽക്കഹോളാണ് ആദ്യം നമുക്ക് ചർച്ച. അതായത് അതിന് മുമ്പായിട്ട് ഇതാണ് റിയാക്ഷൻ ഇൻവോൾവിങ് ക്ലീവേജ് ഓഫ് OH ബോണ്ട്, ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് പൊട്ടുന്ന ഒരു പൊട്ടുന്ന ഒരു സംഭവം, മെക്കാനിസം എന്നൊക്കെ മെക്കാനിസം എന്ന് പറയുമോ? ഓക്കെ, ആ ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ റിയാക്ഷനാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതായത് അസിഡിറ്റി, ഒരു അസിഡിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്മുടെ ഈ സംഭവം നമ്മൾ എന്തെങ്കിലും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാൻ കഴിവുള്ളവർ ആസിഡ്സ് ആണ് എന്ന് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു സംഭവത്തിൽ നമ്മൾ പറഞ്ഞതാണ് ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാൻ കഴിവുള്ളവർ അസിഡിക് ക്യാരക്ടർ കാണിക്കുന്ന കാര്യം. അപ്പം ഇവിടെയും ഈ ആൽക്കഹോൾസ് അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. നോക്കി, ആൽക്കഹോൾ 2ROH എന്ന് ബാലൻസ് ചെയ്തപ്പോൾ എഴുതിയതാണ്. 2ROHൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? സോഡിയത്തിനെ റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോൾ ഇവിടെ ഇതണ്ടേ ഈ സോഡിയം പാർട്ട് RON പറഞ്ഞിട്ട് കയറിപ്പോയി. ഓക്കെ, RON. രണ്ടാമത് ഹൈഡ്രജൻ അവിടെ ലിബറേറ്റ് ചെയ്തു. ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ആക്ച്വലി ഈ ഒരു സംഭവം ശരിക്കും ഇങ്ങനത്തെ ഇതിൻ്റെ ഓർഡറൊക്കെ ചോദിച്ചിട്ടേ ചോദ്യ പേപ്പറിൽ വരാറുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇതൊന്ന് ചോദിക്കാൻ വഴി കുറവാണ്. പക്ഷേ എല്ലാം നിങ്ങൾ പഠിക്കുക കേട്ടോ.
ഓക്കെ, അന്നേരം ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, RCH2 ഗ്രേറ്റർ ദാൻ RrCHOH ഗ്രേറ്റർ ദാൻ ടേർഷറി ആൽക്കഹോൾ. ഓക്കെ, എങ്ങനെ പറഞ്ഞേക്കുന്നത്? കാരണം എന്തുകൊണ്ടാണ് അസിഡിക് ക്യാരക്ടർ? കാരണം ഇവിടെ ഈ R എന്ന് പറയുന്നത് ശരിക്കും ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പ് നമ്മുടെ ആൽക്കഹോളിലേക്കൊക്കെ വരുമ്പോഴത്തേനും അവിടെ ബോണ്ട് പൊട്ടാനുള്ള ചാൻസ് കുറയുകയും അസിഡിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് സംഭവം. ഓക്കെ, നെക്സ്റ്റ് റിയാക്ഷൻ ഇൻവോൾവിങ് ക്ലീവേജ് ഓഫ് CO ബോണ്ട്, കാർബൺ ഓക്സിജൻ ബോണ്ട്. അപ്പോൾ അതിനകത്ത് കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ബോണ്ട് പൊട്ടുന്നതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ലൂക്കാസ് ടെസ്റ്റാണ്. ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് ലൂക്കാസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ഈ ആൽക്കഹോൾസിനെയൊക്കെ കണ്ടുപിടിക്കാനാണ് ലൂക്കാസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. വൈ ലൂക്കാസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ്, അല്ലെങ്കിൽ ലൂക്കാസ് ടെസ്റ്റിൻ്റെ പ്രത്യേകത അല്ല എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ടു ഡിറ്റർമൈൻ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ആൽക്കഹോൾസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ നോക്കിയേ, പ്രൈമറി അപ്പോൾ എങ്ങനെ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടർബിഡിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നിങ്ങൾ കെമിസ്ട്രി ലാബിൽ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് എന്തോ ഒക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചൊരവസ്ഥ കിടക്കത്തില്ല, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കിടക്കുമല്ലോ. അപ്പോൾ ആ ഒരു സംഭവത്തിനെയാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ആൽക്കഹോളിൽ ഞാൻ ഈ ലൂക്കാസ് വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് എ ലൂക്കാസ് റിയേജൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് HCl-ഉം അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും ആണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ആൽക്കഹോളിലേക്ക് പ്രൈമറി ആൽക്കഹോൾ നമുക്കറിയത്തില്ല ഏതോ ഒരു ആൽക്കഹോൾ നമ്മുടെ കിട്ടിയ ആൽക്കഹോളിലേക്ക് കോൺസെൻട്രേറ്റഡ് HCl-ഉം അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും ഒഴിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനെ പറ്റിയൊരു റിയാക്ഷൻ കിട്ടും. ഓക്കെ, അന്നേരം പെട്ടെന്ന് ടർബിഡിറ്റി ഉണ്ടാകത്തില്ല. ടർബിഡിറ്റി ഉണ്ടായില്ലെങ്കിൽ ഓക്കെ, നോ ടർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. നമ്മൾ റൂം ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ടർബിഡിറ്റി ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ നിങ്ങളെടുത്തത് പ്രൈമറി ആൽക്കഹോൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തത്, ഈ ടർബിഡിറ്റി ഇമ്മീഡിയറ്റ് അല്ല ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞുണ്ടാവുകയാണെങ്കിൽ നിങ്ങളെടുത്തത് സെക്കൻഡറി ആൽക്കഹോളാണ്. ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെടുത്തത് ടേർഷറി ആണ്. അതുകൊണ്ട് വാട്ട് ഈസ് ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് എ ലൂക്കാസ് റിയേജൻറ്റ്, PYQ-ൽ വന്ന ചോദ്യമാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യുവാണേ. ഓക്കെ, എല്ലാവർക്കും കേൾക്കാമല്ലോ. നമ്മുടെ ക്യാമറയുടെ ബാറ്ററി തീർന്നു പോയി കേട്ടോ. അപ്പോൾ അത് ലോ ബാറ്ററിനൊക്കെ കാണിക്കുന്നുണ്ട്. സോ നമ്മളത് ഓഫാക്കി വെച്ചു. അപ്പോൾ നമുക്കിപ്പം ആവശ്യമില്ല. നോക്കൂ, അപ്പം ഇനി അടുത്തത് ഡീഹൈഡ്രേഷനെ പറ്റിയാണ്. അപ്പം നിങ്ങൾ ഈ ഓരോ സ്റ്റെപ്സും നിങ്ങൾ എഴുതി പഠിക്കണേ. അല്ല ഞാൻ പറയുന്നത് കേട്ടോണ്ടിരുന്ന ഒന്നും മനസ്സിലാകത്തില്ല. ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ CO ബോണ്ട് പൊട്ടുന്ന റിയാക്ഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയേ, ഈ OH സിയും OHും പൊട്ടുമല്ലേ. നമ്മളിവിടെ ഓക്സിജനെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നോക്കുക, ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള OH അറ്റാച്ച് ചെയ്ത ഇവിടെ OH അറ്റാച്ച് ചെയ്ത ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒന്നുകൂടെ പറയാം. അതായത് OH ഫങ്ഷണൽ ഗ്രൂപ്പ് OH അറ്റാച്ച് ചെയ്ത കാർബണെ നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കും. അതിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നതിനെ നമ്മൾ ബീറ്റ കാർബൺ എന്ന് വിളിക്കും. ഡീഹൈഡ്രേഷനിൽ സംഭവിക്കുന്നത് ബീറ്റ കാർബണിലുള്ള ഹൈഡ്രജനാണ് എലിമിനേറ്റ് ആയി പോകുന്നത്. ശ്രദ്ധിച്ചേ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരുന്ന കാർബൺ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരുന്നത് ആരാ? ഇവിടെ. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ആരാ? ബീറ്റയിൽ നിന്നല്ലേ ഹൈഡ്രജൻ ഇറങ്ങിപ്പോയത്.
നമ്മൾ കോൺസെൻട്രേറ്റഡ് H2SO4 എവിടെയെങ്കിലും കണ്ടാൽ ഒരു നല്ല ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. കോൺസെൻട്രേറ്റഡ് H2SO4 എവിടെ ഒഴിച്ചാലും നിങ്ങൾ മനസ്സിലാക്കണം, പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് കാർബണും ഓക്സിജനും പൊട്ടുന്ന ഒരു സംഭവമാണ്. കാർബൺ ഓക്സിജൻ ക്ലീവേജ് കൊണ്ട് പൊട്ടുന്ന റിയാക്ഷനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ബീറ്റ എലിമിനേഷനാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ബീറ്റ എലിമിനേഷൻ ഇവിടെ നടക്കുന്നു. അടുത്ത നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൽക്കഹോളിനെ ഞാൻ ഓക്സിഡേഷന് വിധേയമാക്കി എനിക്ക് ആൽഡിഹൈഡ് കിട്ടും. ആൽഡിഹൈഡിനെ പിന്നെയും ഞാൻ ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഇതിനെ ആൽക്കഹോളിനെ ഡയറക്റ്റ്ലി ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും എനിക്ക് കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ ഏറ്റവും മോസ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ആളാരാണ്? PCC ആണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇനി ഇവിടെ ഡബിൾ ബോണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഡബിൾ ബോണ്ടൊക്കെ ഉണ്ടെങ്കിലും PCC ഡബിൾ ബോണ്ടിനെ പോലും അഫക്റ്റ് ചെയ്യത്തില്ല. അവനോട് പറഞ്ഞ ജോലി മാത്രമേ ചെയ്യത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ആൽക്കഹോളിനെ ഓക്സിഡേഷൻ ചെയ്ത് CHO ആക്കണം എന്ന് പറയുവാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ കാർബൺ ഡബിൾ ബോണ്ട് എവിടെയെങ്കിലും ഉണ്ട്, അവനെ പോലും അഫക്റ്റ് ചെയ്യത്തില്ല. അവൻ പറഞ്ഞ പണി മാത്രമേ ചെയ്യത്തുള്ളൂ. സോ മോസ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ആൾ PCC ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ കാറ്റലിസ്റ്റിക് ഡീഹൈഡ്രേഷൻ നമ്മൾ വിധേയമാക്കുകയാണെങ്കിൽ RCH2OH കോപ്പർ ബാർ 573 കെൽവിൻ ഇങ്ങനെ നമ്മൾ വിധേയമാക്കി കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് RCHO ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ ഹൈഡ്രജനെ റിമൂവ് ചെയ്തു. ഇത് ഓക്സിഡേഷൻ അല്ലേ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക. ഹൈഡ്രജനെ നമ്മൾ എവിടെയെങ്കിലും റിമൂവ് ചെയ്യുക, ഓക്സിജനെ നമ്മൾ ആഡ് ചെയ്യുക. ഇതാണ് സംഭവം. ഇത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്? ഇത് തന്നെയല്ലേ സംഭവിച്ചത്? നോക്കിയേ, നമ്മൾ കോപ്പർ ബാർ ഇവിടെ ഓക്സിഡേഷൻ, നമ്മൾ കോപ്പർ ഒന്നും അത്ര വലിയ ഒരു എന്താ പറയുന്നത്, ഈ പറയുന്ന സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ആൽക്കഹോളിനെ നമ്മൾ ഓക്സിഡേഷന് വിധേയമാക്കി കഴിഞ്ഞാൽ അതിന് തൊട്ട് മുൻപുള്ള ആളെ കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ആൽഡിഹൈഡിനെ കിട്ടും കേട്ടോ. ആൽഡിഹൈഡിനെ കിട്ടി. ഇനിയിപ്പം സെക്കൻഡറി ആൽക്കഹോളിനെ ആയിരുന്നെങ്കിൽ എനിക്ക് എന്ത് കിട്ടിയേനെ? കീറ്റോണിനെ കിട്ടിയേനെ. സെക്കൻഡറി ആൽക്കഹോൾ. ഇനിയിപ്പോൾ ടേഴ്സറി ആണെങ്കിൽ എനിക്ക് ആരെ കിട്ടിയേനെ? ടേഴ്സറി. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഹൈഡ്രജൻ എവിടെ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഹൈഡ്രജൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല. ഇവിടെ നിന്നായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ഹൈഡ്രജനെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് അതുപോലെ ഹൈഡ്രജനെ റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള ഈ OH മാത്രമേ ഹൈഡ്രജനുള്ളൂ. അപ്പം ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള OH അങ്ങ് പൊട്ടിക്കും. ഇത് ഈ CO പൊട്ടുന്ന കൂട്ടത്തിൽ ഹൈഡ്രജനും പോകും. അവിടെ അപ്പം ഒരു ഈഥൈൻ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഈഥൈൻ അല്ലല്ലോ, ആൽക്കീനാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് ഇതിൻ്റെ പ്രൈമറി ആൽക്കഹോളിനെ നമ്മൾ കോപ്പർ ബാർ 573 കെൽവിനിൽ ട്രീറ്റ് ചെയ്തപ്പോൾ ആൽഡിഹൈഡിനെ കിട്ടി. അതേ സംഭവം തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തപ്പോൾ കീറ്റോണും പിന്നെ ടേഴ്സറി ട്രീറ്റ് ചെയ്തപ്പം ആൽക്കീനും കിട്ടി. ഇനി യൂസിങ് അസിഡിഫൈഡ് KMNO4. ഇതാണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാർബോക്സിലിക് ആസിഡിനെ കിട്ടും. ഞാൻ ഇനിയും വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരട്ടെ. ഓക്കെ, ശ്രദ്ധിച്ചോ. RCH2OHനെ ഞാൻ ഓക്സിഡേഷൻ ചെയ്തപ്പോൾ നോർമൽ ഓക്സിഡേഷൻ ചെയ്തപ്പോൾ എന്തായി? CHO ആയി, ആൽഡിഹൈഡായി. ഈ ആൽഡിഹൈഡിനെ ഒന്നും കൂടെ ഞാൻ ഓക്സിഡേഷന് വിധേയമാക്കി കഴിഞ്ഞാൽ എനിക്ക് ആരെ കിട്ടും? ഹൈഡ്രജൻ റിമൂവ് ആകും, ഓക്സിജൻ കയറി വരും, COOH ആകും. ഓക്കെ,
അടുത്ത മൂന്നാമത്തെയാണ് യൂസിങ് പി സി സി. നമുക്ക് പെട്ടെന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഓക്കെ, പി സി സി എന്ന് പറയുമ്പം മൈൽഡ് ഓക്സിഡേഷൻ നടത്തത്തുള്ളൂ. മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻ്റാണ് പി സി സി. അവരോട് പറഞ്ഞ പണി മാത്രമേ ചെയ്യത്തുള്ളൂ. ബെറ്റർ റീഏജൻ്റ് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഡസ് നോട്ട് അഫക്റ്റ് പി സി സി. ഈ പറയുന്ന ഡബിൾ ബോണ്ടിനെ പോലും അഫക്റ്റ് ചെയ്തില്ല. നമുക്കൊരു റിയാക്ഷൻ ചെയ്ത് നോക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2OH. ഇതിനെ നമ്മൾ പി സി സി ഇട്ട് ട്രീറ്റ് ചെയ്തു. നമുക്ക് ആരെ കിട്ടും? CH3 CH ഡബിൾ ബോണ്ട് CHO. ഓക്കെ, പോയി. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. CH2OH എന്ന് പറഞ്ഞ പാട്ട് ആരായിപ്പോയി? CHO ആയിപ്പോയി. നാലാമത്തെ നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചാൽ മതി. യൂസിങ് ജോൺസ് റിയേജൻ്റ് എന്ന് പറഞ്ഞിട്ടൊരാൾ. ജോണിച്ചേട്ടൻ. ജോൺസ് റിയേജൻ്റ് എന്താ ഇവിടെ ചെയ്യുന്നത്? ജോൺസ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആക്കും. സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആക്കി മാറ്റും. ജോൺസ് റിയേജൻ്റ് ആരാന്നറിയാവോ? ഇതെന്താണ്? പ്രൈമറി ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റും എന്നല്ല പറഞ്ഞേ. അപ്പം ജോൺസ് റിയേജൻ്റ് പറഞ്ഞാൽ CrO3, H2SO4. CrO3, H2SO4നെയാണ് ജോൺസ് റിയേജൻ്റ് എന്ന് പറയുന്നത്. ഇതെന്താക്കി മാറ്റി? CH3 COOH. ഹൈഡ്രജനെ റിമൂവ് ചെയ്തു, ഓക്സിജനെ ആഡ് ചെയ്തു. ഓക്കെ, CH3COOH. ഇതല്ലേ നമുക്ക് കിട്ടിയേ? ഓക്കെ, അടുത്ത മക്കളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സാറ് പറയാൻ പോകുന്നത്. മെത്തനോള് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. എല്ലാവരെയും ഫ്രീ ആയിട്ട് മെത്തനോളും എത്തനോളും ഒക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. മെത്തനോൾ എന്ന് പറഞ്ഞാൽ വുഡ് സ്പിരിറ്റ് ആൻഡ് ഓൾസോ നോൺ ആസ് വുഡ് സ്പിരിറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്, മെത്തനോളിനെ പറയുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ, എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ്ഡ് ബൈ, അങ്ങനെ തന്നെ എഴുതിയേക്കാം. പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് വുഡിനെ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ചെയ്താണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പഠിക്കുക. CO+2H2 gives ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പ്രസൻസിലാണ് CR2O3. പിന്നെ ഇതിനെന്തുണ്ട്? 200 to 300 ATM പ്രഷർ വരെ കൊടുക്കണം. അതുപോലെ 573 കെൽവിൻ തൊട്ട് 673 കെൽവിൻ പ്രൊവൈഡ് ചെയ്താലേ ഈ സംഭവം നടക്കത്തുള്ളൂ. സോ നമുക്ക് മെത്തനോളിനെ കിട്ടും. ഈ മെത്തനോൾ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ? കുടിക്കല്ലേ. മെത്തനോൾ കുടിച്ചാൽ നിങ്ങളുടെ കാഴ്ചയൊക്കെ പോകും, ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ടാകാം. ഒക്കെ മെത്തനോൾ കുടിച്ചാലും ഉണ്ടാകാം. അപ്പം മെത്തനോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പെയിൻറ്റിലൊക്കെ ഉപയോഗിക്കും അല്ലേ? പെയിൻറ്റ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പെയിൻറ്റ്സിൽ. പിന്നെ സോൾവെൻറ്റ്സ് ഇൻ പെയിൻറ്റ്സ് എന്നാണ് പറയുന്നത്. പിന്നെ വാർണിഷസ് യൂസ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഫോമാൽഡിഹൈഡ് പ്രിപ്പറേഷൻ ഓഫ് ഫോമാൽഡിഹൈഡിലും ഈ പറയുന്ന സംഭവം യൂസ് ചെയ്ത് വരുന്നുണ്ട് ലാബിലൊക്കെ. ഓക്കെ, അടുത്തത് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് എത്തനോൾ. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു റിയാക്ഷനാണ് എഥനോളിൻ്റെ പ്രിപ്പറേഷൻ. എഥനോളിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എഥനോൾ ഈസ് ഒബ്റ്റെയിൻഡ് കൊമേഴ്സ്യലി ബൈ ഫെർമെൻറ്റേഷൻ. ഇങ്ങനെയാണ് ശ്രദ്ധിച്ചോണം, ഫെർമെൻറ്റേഷൻ പ്രോസസ്സിലാണ്. ഫെർമെൻറ്റേഷൻ ഫ്രം എവിടെ നിന്ന്? ഫ്രം ഷുഗർ കെയിൻ ഫെർമെൻറ്റേഷൻ, അതായത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ വാറ്റെന്നൊക്കെ പറയും. ഇത് ആക്ച്വലി ഇതൊരു മേളിലൊരിങ്ങനെ പാത്രം വെക്കും അല്ലേ, ഇങ്ങനെയൊക്കെ ഏതാണ്ട് ചട്ടിയൊക്കെ വെച്ചിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് സംഭവം. ഇതിൻ്റെ ഇവിടെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ട്, പിന്നെ അടിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ പുകയൊക്കെ പോയിട്ടുള്ള റിയാക്ഷനാണ് സംഭവിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഷുഗർ കെയിനാണ് യൂസ് ചെയ്യുന്നത്. ഷുഗർ ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. ഷുഗർ എന്ത് ചെയ്യും? ഷുഗറിനെ ആദ്യം കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ആക്കും. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആക്കി മാറ്റും. പ്രസൻസ് ഓഫ് ആൻ എൻസൈം. ഇപ്പോൾ ചോദ്യം വരുന്നത് പ്രസൻസ് ഓഫ് എൻസൈമിൻ്റെ പേരെന്താ? എൻസൈമിൻ്റെ പേര് ഇൻവെർട്ടേസ് എന്നാണ്. അപ്പം ഷുഗർ എന്തിൻ്റെ പ്രസൻസിലാണ് ഗ്ലൂക്കോസ് ആക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെർട്ടേസിൻ്റെ പ്രസൻസിലാണെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇനി ഗ്ലൂക്കോസ് ആൻഡ് അടുത്തത് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് അണ്ടർഗോ fermentation in presence of another enzyme. സൈമേസ് ഇവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈമേസ് വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ഈസ്റ്റ്. ഈസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഈ വൈനൊക്കെ ഉണ്ടാക്കാറില്ലേ? ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ വൈൻ ഉണ്ടാക്കുമ്പോൾ ഈ ഈസ്റ്റൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? വൈനിൻ്റെ തൊലിയുടെ മണ്ടയ്ക്കുള്ള ഒരു കോട്ടിംഗ് ഇല്ലേ, തൊലിയുടെ മണ്ടയ്ക്കുള്ള ഒരു കോട്ടിങ്ങിൻ്റെ അകത്ത് ഈ ഈസ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചുമ്മാതെ നമ്മളിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്ന എഥനോളിനെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ അതിങ്ങനെ ഒരു പാത്രത്തിലൊക്കെ എടുത്ത് വെച്ച് ഈ വെള്ളം ഇത് കാറ്റൊന്നും കളക്കാതെ കുറേ നാൾ അടച്ചു വെച്ചതിന് ശേഷം ഇങ്ങനെ ഡിസ്റ്റിലേഷന് വിധേയമാക്കി ഇങ്ങനെ വെള്ളം ഇറ്റിട്ടൊക്കെ വീണ് അല്ലേ, അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ട്യൂബ് വഴി വെളിയിലേക്കൊരു കുപ്പിക്കകത്തേക്ക് ഇത് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആക്ച്വലി ഇവിടെ ഹീറ്റ് കൊടുക്കും. ഹീറ്റിന് നമുക്ക് ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റല്ലേ, ഡെൽറ്റ ഹീറ്റാണ്. ഇങ്ങനെയാണ് എഥനോളിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എഥനോൾ ഒരു കളർലെസ് ആയിട്ടുള്ള ലിക്വിഡാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്കിനിയും കുറേ കൂടെ ഉണ്ട്, ചാപ്റ്റർ ഇനിയും തീർന്നിട്ടില്ല. പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞാൽ വേണം തീർക്കാം, പക്ഷേ അങ്ങനെ തീർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? എഥനോളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ വേണമെങ്കിൽ ഇക്വേഷനും കൂടെ നിങ്ങൾ എഴുതിക്കോ. C12 H22 O11. ഇതെന്താണ്? ദിസ് ഈസ് ഷുഗറിനെ നമ്മൾ ഇൻവെർട്ടേസിൻ്റെ പ്രസൻസിൽ ആരാക്കും? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കും. ഗ്ലൂക്കോസ് C6H12O6 രണ്ടും സെയിം ആണ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും രണ്ടും സെയിം ഫോർമുലയാണ്. ഓക്കെ,
അടുത്ത AC6H12O6നെ സൈമേസിൻ്റെ പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2C2H5OH എഥനോൾ അല്ലേ, എഥനോൾ പ്രിപ്പയർ ആയി കിട്ടും. 2C2 കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആരെ കിട്ടി എഥനോളിനെ കിട്ടി. യെസ്, അങ്ങനെ നമ്മൾ ഹാപ്പിയാണ്. എഥനോളിനെ ഇനി നമ്മൾ എന്ത് ചെയ്യും? കമത്തിക്കളയോ? ഇല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. അടുത്തതാണ് ഫീനോൾസ്. ആൽക്കഹോൾസ് കഴിഞ്ഞു, ഇനി ഫീനോൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫീനോൾ എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ നമുക്ക് പല മെത്തേഡിലുണ്ട്. ആദ്യം ഫസ്റ്റ് പ്രിപ്പറേഷൻ ഫ്രം ഹാലോ അരീനിൽ നിന്ന് എങ്ങനെയാണ് ഫീനോളിനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയേ. ഹാലോ അരീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്നത് ഒരു ഹാലോ അരീൻ അല്ലേ, ക്ലോറിൻ അറ്റാച്ച് ചെയ്തൊരു ഹാലോ അരീനാണ്. ഇതിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കൂടെ ട്രീറ്റ് ചെയ്തു. 673 കെൽവിൻ ടെമ്പറേച്ചറിലും 300 ATM പ്രഷറിലും നമ്മൾ ട്രീറ്റ് ചെയ്യണം. അല്ലാതെ ഒന്നും ആകത്തുപോലുമില്ല അല്ലേ. എന്നിട്ട് ഒരു H+ വേണമെങ്കിൽ H+ കൂടെ ആഡ് ചെയ്തോ, നിങ്ങൾക്ക് ആരെ കിട്ടും? OH കിട്ടും. ഓക്കെ, ദിസ് ഈസ് ഹൗ വി പ്രിപ്പയർ ഫീനോൾ. സെക്കൻഡ് മെത്തേഡ് ഫ്രം ബെൻസീൻ സൾഫോണിക് ആസിഡ് ആണ്. ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ ബെൻസീനിൽ സൾഫോണിക് ആസിഡ് SO3H ഒക്കെ വരുന്ന സംഭവമാണ്. അപ്പം ആദ്യം നമ്മൾ ബെൻസീൻ എടുക്കണം. ബെൻസീനിലേക്ക് നമ്മൾ ഒലിയം ആഡ് ചെയ്യണം. ഒലിയം എന്ന് പറഞ്ഞാൽ H2SO7 ആണ്. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബെൻസീൻ്റെ മണ്ടയിൽ ആരെ കിട്ടും? SO3H കിട്ടും. ഈ SO3H നിങ്ങൾ മുമ്പ് കണ്ട NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുക. രണ്ടാമത്തായിട്ട് അതിനകത്തേക്ക് H+ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ആരെ കിട്ടി? ഫീനോളിനെ കിട്ടി. സിമ്പിൾ മെത്തേഡ്സ്. മൂന്നാമത്തത് ഇവിടെ ഫ്രം ഡയാസോണിയം സാൾട്ട് എന്ന് പറയുമ്പോൾ N2X- എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ബെൻസീൻ്റെ മണ്ടയിൽ വരുന്നതിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കാറുള്ളത് അല്ലേ. ഡയാസോണിയം സാൾട്ട് എന്ന് ഇതിനെയാണ് വിളിക്കാറുള്ളത്. നോക്കി, NH2 ആണെന്ത്? അനിലിനെ നമ്മൾ നാനോ കാർക്കേറ്റ്, ഞാനത് ഹലോ അരീൻ പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്. NO2 പിന്നെ HXന് ഞാൻ HCl ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? N2Cl അല്ലേ, N2Cl കിട്ടും. N2+ഉം Cl- കിട്ടും. ഇതിനകത്തേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യണം? വാട്ടർ ആഡ് ചെയ്യണം. വാട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ആഡ് ചെയ്യാം? H3O+ ആഡ് ചെയ്യാം. H3O+ ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഫിനോളിനെ കിട്ടി. വളരെ സിമ്പിൾ. അടുത്തത് ക്യുമീനിൻ ആണ്. അടുത്ത മെത്തേഡ് ഫ്രം ക്യുമീൻ എന്താണെന്നറിയാവോടാ? ഇതാണ് ഏറ്റവും കൂടുതൽ വൈഡ്ലി പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് ചൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്യുമീനിൻ എന്നുള്ള മെത്തേഡ്. നിങ്ങൾ അറിഞ്ഞു വെക്കണം. ക്യുമീൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യുമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3CH ഐസോപ്രൊപ്പൈൽ ബെൻസീനെയാണ് ക്യുമീൻ എന്ന് പറയുന്നത്. ക്യുമീൻ ഈസ് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ഐസോപ്രൊപ്പൈൽ ബെൻസീനിലേക്ക് എന്താ ആഡ് ചെയ്തു? ഓക്സിജനെ കടത്തിവിട്ടു. ഓക്സിജനെ കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? പറഞ്ഞ്, ഹൈഡ്രജൻ്റെ സ്ഥാനത്തേക്ക് ഹൈഡ്രജൻ കളയത്തൊന്നുമില്ല. ഹൈഡ്രജൻ്റെ ഇടയ്ക്ക് എന്ത് കയറി വരും? ഓക്സിജൻ കയറി വരും. സോ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് CH3COOH കിട്ടി. ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾ H+ ആഡ് ചെയ്ത് കൊടുക്കുക, വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് H3O+ എന്ന് എഴുതാം. H3O+, രണ്ടും കൂടെ ഉള്ളതാണ്.
അപ്പം നിങ്ങൾക്ക് OH കിട്ടി. ബൈ പ്രോഡക്റ്റായിട്ട് ഇവിടെയുള്ള എന്താ OH ഇവിടെ ഉണ്ട്. ബാക്കി ആരാ? CH3 CO CH3 ഇവരെ നമുക്ക് കിട്ടും. CH3 CO CH3. ഓക്കെ. അപ്പം ഇവിടെ ഒരു ചോദ്യം, ഹൗ ഈസ് ഫീനോൾ പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ റിയാക്ഷൻ ഫുള്ള് നിങ്ങൾ എഴുതി കൊടുക്കണം. ഓക്കെ. നെക്സ്റ്റ് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് നമ്മൾ ചെയ്യുന്നതാണ് കെമിക്കൽ റിയാക്ഷൻസ്. അതിനകത്ത് ആദ്യം വരുന്ന അസിഡിറ്റിനെ പറ്റി തന്നെയാണ്. ഫീനോൾ അസിഡിക് ആണോ നമ്മൾ നോക്കട്ടെ. 2 നമ്മൾ ബാലൻസ് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് ആണ് എഴുതുന്നത്. ഇതിൻ്റെ കൂടെ 2 NA നമ്മൾ ചേർത്തപ്പോൾ നമുക്ക് ആരെ കിട്ടി? ONA. സോഡിയം ഫീനോക്സൈഡും ഹൈഡ്രജനെയും കിട്ടി. ഹൈഡ്രജൻ ലിബറേറ്റ് ആയി കഴിഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ ആണെന്നല്ലേ അർത്ഥം. അസിഡിക് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫീനോൾസ്, അപ്പം നിങ്ങളിവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്, ഫീനോൾസ് ആർ stronger acids than alcohol and water. എന്തുകൊണ്ടാണ്? because phenoxide ion is stabilized by റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അതായത് നമ്മളിവിടെ ബെൻസീൻ്റെ മണ്ടയിലുള്ള ഏതൊരു റിയാക്ഷനിലും നമുക്ക് എഴുതാൻ പറ്റിയ ഒരു പോയിൻ്റാണ് റെസണൻസ് സ്റ്റെബിലൈസ്ഡ്. ഓക്കെ. റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അടുത്തത് കോൾബ് റിയാക്ഷൻ. കോൾബ്സ് റിയാക്ഷൻ എങ്ങനെയാണ്? കോൾബ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിനോളിലേക്ക് നിങ്ങൾ എന്താ ആഡ് ചെയ്ത് കൊടുക്കുക? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ONA ഇവിടെ കിട്ടും. ONAയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിട്ട് കൊടുക്കുക. അതിനുശേഷം H3O പ്ലസോ H പ്ലസ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും പറഞ്ഞേ? OH ഉണ്ട്. ഇവിടെ ഈ ഒരു പൊസിഷനിൽ എന്ത് കയറി വരും? COOH. ദിസ് ഈസ് സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനെയാണ് പറയുന്നത് കോൾബ് റിയാക്ഷൻ. കോൾബ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സാലിസിലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സോഡിയം ഫീനോക്സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡും H പ്ലസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. എസ്റ്റർ എന്ന് പറഞ്ഞാൽ RCOR' ഈ ഗ്രൂപ്പിനെയാണ് എസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതിപ്പോൾ തീരത്തില്ല, കുറേ കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ശരി. ബൈ ഗൈസ്.